ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. അതെ, എന്റെ കാലിനൊരു സോക്കേടും ഇല്ല, പിന്നെന്തിനാ ഇതിനകത്തിട്ട് നിരക്കുന്നേ? അതോ നീ ഇച്ചിരി രസിച്ചോട്ടേന്ന് കരുതി. അങ്ങനാണെങ്കിലേ ഈ മറ്റേ 3-4 ദിവസം ഞാൻ ഇവിടെ ഉണ്ട്. എന്നെ എന്നും കൂടെ രസിപ്പിക്കുക 3-4 ദിവസം ഇരുത്തി. സുഖിക്കാമെന്നാണോ നീ? പുറത്ത് ഭയങ്കര ചൂടില്ലേ? അതെന്നാന്നറിയോ? ഓൾസം ബാസിക്ക് ഓട്ട വീണ് കിടക്കുക. ഓൾസം ബാസിക്ക് ആകാശത്ത് ഓസംപാളി. അതാണ്. അങ്ങോട്ട് കയറി, അങ്ങോട്ട്. ഓ ഇത് നീങ്ങുന്നില്ലല്ലോടാ. അത് വെറുതെ ഇട്ട് നീക്കട്ടാ. അങ്ങോട്ട് കയറി കിടന്നു. അയ്യ, ആഹാ, എന്താ നിന്റെ ഭാര്യയുടെ പേര് ലതയെന്നാണോ? അനി ആ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് നിന്റെ കവളത്താണ്ട ടാറ്റു അടിച്ചു വെച്ചേക്കുന്നതോ? അത് ഇവിടുത്തെ SIയുടെ ഭാര്യയുടെ പേരാ ഇത്. അതെങ്ങനെ ഇവിടെ വന്നത്? അയാളുടെ മോതിരത്തിനിട്ട് ഇടികിട്ടി ആ പേര്. അല്ല, എന്താ സംഭവം? എന്താ അത് സംഭവം? ഇവര് ഈ ജംഗ്ഷനിൽ ഈ കടയൊക്കെ ഒഴിപ്പിക്കാനായിട്ട് ഇവര് വന്നത്. ഞാൻ അന്നേരം അവിടെ പോയി നിന്ന് ഇത് കണ്ടോണ്ട് നിന്നാ. അപ്പൊ എന്റെ ഫോൺ ഇങ്ങനെ അതിന്റെ ബെല്ല് കേട്ട്, റിംഗ് ടോണേ. ഇത് കേട്ടത് ഒരു പോലീസുകാരൻ വന്നോ, ഒറ്റ അടിയും ബഹളമായി. റിംഗ് ടോൺ കേട്ടോ പറഞ്ഞാ അടിച്ചോ? അതെന്നാ അങ്ങനെ വന്നത്? പോലീസുകാർക്ക് എന്താടാ ഈ വീട്ടിൽ കാര്യം? അതായിരുന്നു റിംഗ് ടോൺ. അടിപൊളി. അപ്പൊ നിനക്ക് ഇത് കിട്ടിയാ പോരാ. എന്നാലും ഈ ഹോസ്പിറ്റലിൽ വന്നല്ലോ ചികിത്സയ്ക്ക്. അതെന്തായാലും നന്നായി. വേറെ വല്ല ഹോസ്പിറ്റലിലാ നീ പോയിരുന്നെങ്കിലേ നിന്റെ അവര് കാശ് പിഴിഞ്ഞു മേടിക്കാൻ. എന്താ നനഞ്ഞ കാശാന്നോ കൊടുക്കുന്ന പിഴിഞ്ഞു മേടിക്കാൻ? അതല്ലെന്ന്, ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഉണ്ടല്ലോ, അയ്യോ ചികിത്സ എന്ന് പറഞ്ഞാ ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. അത്ര ഗംഭീര ഡോക്ടറാണോ? അതുകൊണ്ടല്ല, ഉള്ളി ചികിത്സിച്ച് ആരും രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാ. അയ്യോ, എന്നാ എനിക്ക് ഇവിടെ വേണ്ട. ഞാനേ അടി കൊണ്ട് മുട്ടിന് വേദന. മുട്ടിന് വേദനയോ? ഇവിടെ ഇരിക്കുക. ഈ മുട്ടിനാണോ വേദന? ഈ മുട്ടിന് ഒരു ഒറ്റമൂലി പറഞ്ഞു തരട്ടെ. അതായത് ആ വേദനയുള്ള കാലിന്റെ പുറത്ത് ഇങ്ങനെ കൈവച്ച്, വലത്തെ കൈവച്ച് വെച്ചല്ലോ. കേട്ടോ, ആ വേദന ഇവിടെ വന്നു. ഇപ്പൊ ഇത് ഫ്രീ ആയോ? അപ്പൊ അവിടുത്തെ വേദന ഈ വേദനയോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് വേറെ ഒരാളെ കൂടെ ഇരുത്തണം. എന്നിട്ട് ഇവിടുന്ന് തെന്നിച്ച് അങ്ങോട്ട് വിടണം. ആ പുള്ളി അതുകൊണ്ട് അങ്ങ് പൊക്കോളൂ. ചേട്ടൻ ഇവിടുത്തെ ആരാന്ന് പറഞ്ഞേ? അയ്യോ, ഞാൻ ഇവിടുത്തെ മെയിൻ കമ്പ്യൂട്ടറല്ലേ, കമ്പൗണ്ടർ. പിന്നെ എല്ലാ ഹോസ്പിറ്റലിലെ പോലെ അല്ല ഇവിടെ. പിന്നെ എന്താ? അയ്യോ, ചില ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടർമാർ എഴുതി കൊടുത്തു കഴിഞ്ഞാലേ, ചീട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എഴുതുന്ന ആർക്കും അറിയത്തില്ല, കടയിലിരിക്കുന്ന ആൾക്കാർ മനസ്സിലാവത്തില്ല. മനസ്സിലാവുക. പക്ഷെ ഇവിടുത്തെ ഡോക്ടർ അങ്ങനെ അല്ല. പിന്നെ എങ്ങനാ? പുള്ളി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു വിടും. എന്താ? പുള്ളിക്ക് എഴുത്തുമാനെ അറിഞ്ഞൂടല്ലോ. അയ്യോ, അതുകൊണ്ടാണോ? ഇത് നോക്കിയേ, എനിക്ക് തന്ന ചീട്ടിനകത്ത് താണ്ടെ പെൻസിലിന്റെ പടം വരച്ചു വെച്ചേക്കുന്നത്. അയ്യോ, അത് പെൻസിലിന് എടുക്കണമെന്നാ. പുള്ളിക്ക് എഴുത്തുമാനെ അറിയത്തില്ലല്ലോ. പെൻസിലിന് എടുക്കണമെങ്കിൽ പെൻസിലിന്റെ പടം വെച്ചു. ഇപ്പൊ ഇൻസുലിൻ എടുക്കണമെങ്കിൽ പുള്ളി എന്തോ വരച്ചു വെച്ചേനെ? റോക്കറ്റിന്റെ പടം വരയ്ക്കും. പിന്നെ ശരിക്കും പറഞ്ഞാ ഞാൻ ഇവിടെ ഒരു ഡോക്ടർ ആകണ്ടവനാ. എന്നിട്ട് എന്താ ആവാൻ? അതെനിക്ക് ചെവിക്കകത്ത് ഭയങ്കര ഇക്കിളായോണ്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചു. ഈ ഇക്കിളിയും ഡോക്ടറും തമ്മിൽ എന്തോ ബന്ധം? മറ്റേ വല്ല ടെലസ്കോപ്പില്ലേ, അതിങ്ങനെ ചെവിക്കകത്ത് വെക്കാൻ ഭയങ്കര ഇക്കിളിയാ. അതെ, എന്റെ കുറച്ച് പൈസ ഇരിപ്പുണ്ട്. ഞാൻ അതങ്ങോട്ട് തന്നാല് ബാങ്കിൽ കൊണ്ടിടാൻ പറ്റുമോ? ബാങ്കിലോ? അതെങ്ങനെ? അതിന്റെ സെറ്റപ്പ് എങ്ങനെ? അതിന്റെ സംഭവം എന്നൊക്കെ വേറൊന്നുമല്ല ചേട്ടാ. ചേട്ടൻ പൈസ ഉണ്ടല്ലോ, ചേട്ടൻ അത് ബാങ്കിൽ ചെന്നിട്ട് നമ്മള് അത് ചെല്ലാൻ അടയ്ക്കണം. അപ്പൊ അങ്ങനെ അടയ്ക്കാൻ ചെല്ലണമെന്നല്ലേ? അതല്ല, ചേട്ടൻ പൈസ അടയ്ക്കാൻ ബാങ്കിൽ ചെല്ലുവാണല്ലോ. ചെല്ലുവാണ്. എന്നിട്ട് ചെല്ലാൻ അടയ്ക്കണം. അല്ല, അടയ്ക്കാൻ ചെല്ലണം. അത് തന്നെ, അടയ്ക്കാൻ ചെല്ലുവാണല്ലോ പൈസ. അപ്പൊ ബാങ്കിലോട്ടാണല്ലോ പോകുന്നേ. അവിടെ ചെന്നിട്ട് ചേട്ടൻ ചെല്ലാൻ അടയ്ക്കണം. അടയ്ക്കാൻ ചെല്ലണം. അടയ്ക്കാൻ ചെല്ലണം. ചെല്ലാൻ അടയ്ക്കണമെന്ന്. അടയ്ക്കാൻ ചെല്ലണം. ചെല്ലാൻ അടയ്ക്കണമെന്ന്. അടയ്ക്കാൻ ചെല്ലണം. ഇയാള് പൈസ അടയ്ക്കണടാ പറ്റി. അവനവിടെ കടന്നവനോ? ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നു. ഹലോ. ഇല്ലില്ലില്ല, എന്നെ അടിച്ച പോലീസുകാരനെ ഞാൻ ക്ഷമ പറഞ്ഞ് എഴുതി കൊടുക്കത്തില്ല. ഇല്ല, അയാൾ ജോലി പോകണമെങ്കിൽ പോട്ടെ. സസ്പെൻഷൻ ഡിസ്മിസൽ ആക്കി ഞാൻ. വേണ്ട, എത്ര വലിയ ഏമാനാണെന്ന് ശരി എന്നെ ഈ കോലത്തിലൊക്കെ ആക്കി. ഇല്ലില്ലില്ല, ഞാൻ ഒപ്പിട്ട് കൊടുക്കത്തില്ല. സോറി പറഞ്ഞു, എന്ത് ക്ഷമിക്കണം, ഒപ്പിട്ട് കൊടുക്കത്തില്ല. ഒപ്പിടുവെന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് ഞാൻ മേടിച്ചോണ്ട് വന്നിരിക്കും സാറേ. സാറ് ടെൻഷൻ അടിക്കണ്ട. ഞാനിവിടെ ഹോസ്പിറ്റലിൽ എത്തി അവരെ കൊണ്ട് ഒപ്പിട്ടിട്ട് ഞങ്ങളുടെ സാറേ എൻ്റെ കാര്യം ഒന്ന് പരിഹരിക്കണം കേട്ടോ.
ഓക്കെ സാറേ. അനിയ, നമ്മൾ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി, അത് നീ വിട്ടുകള. നീ ഒരു പ്രശ്നം ഉണ്ടാക്കി, ഞാൻ നിന്നൊന്ന് തല്ലി, അത്ര വിഷയമുള്ളല്ലോ. ഒരു ചെറിയ ഒപ്പിട്ട് തരാവുന്ന കേസ് കിട്ടിയില്ല. ഒരു ഒപ്പിട്ട് താടാ. ഞാൻ ഒപ്പിടത്തില്ല. ഒപ്പിടത്തില്ല. ഒപ്പിട്ടില്ല, ഇട്ടിച്ച് ഞാൻ. ഒപ്പിട്ടാ. ഹലോ ഗൈസ്, ഇതാണ് എന്നെ ഇടിച്ച പോലീസുകാരൻ ഇവിടെ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി ഒപ്പിടാൻ ശ്രമിക്കുന്നു. ആണ്ട കൈയിട്ട് എന്നെ കൈ മടക്കി ഇടിക്കാൻ ശ്രമിക്കുകയാണ്. ആണ്ട കണ്ടോ? അതല്ല, ഇത് ഞങ്ങളുടെ പോലീസ് കലാമേളയ്ക്ക് ഒരു പരിപാടി ഉണ്ട്, ഒരു നാടകമുണ്ട്. അതിൽ മുയലിനെ ഓടിച്ചിട്ട് പിടിക്കുന്ന, ഈ മുയലിനെ ഓടിക്കുന്ന സംഭവമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. ഒപ്പിടാ. എനിക്കൊന്നും ഒപ്പിടാൻ പറ്റത്തൊന്നുമില്ല. ഇവിടെ ഒപ്പിട്ടതാണോ ഇത്? എനിക്ക് ഉറങ്ങണം. സാറ് പോയേ. എനിക്ക് ഉറങ്ങണോ? അപ്പൊ ഉറങ്ങണ സമയത്ത് എന്നെ ഒപ്പിടിക്കല്ലേ? ഉറങ്ങടാ. എടാ, കണ്ണു മിഴിച്ചിരിക്കാണ്ട് ഉറങ്ങാൻ. എനിക്ക് താരാട്ട് പാട്ട് കേട്ടെങ്കിലേ ഞാൻ ഉറങ്ങത്തുള്ളൂ. താരാട്ട് പാട്ടാ? എങ്ങനെ? എന്റെ അമ്മൂമ്മ പാടുന്ന പാട്ടുണ്ട്, അത് പാടിയാലേ ഞാൻ ഉറങ്ങത്തുള്ളൂ. നിന്റെ അമ്മൂമ്മയുടെ ഒരു പാട്ട്? എടാ, നിന്റെ അമ്മൂമ്മ പാടുന്ന പാട്ട് പാടിക്കഴിഞ്ഞാൽ നീ ഒപ്പിട്ട് തരുമല്ലോ. ഒപ്പിട്ട് തരും. നിന്റെ അമ്മൂമ്മ ഏത് പാട്ടാ പാടുന്നേ? ഉണ്ണി വാവാവോ. ഈ പരട്ട തള്ളക്ക് പാടാൻ കണ്ട പാട്ട് ആ പാട്ടാണല്ലേ പാടേണ്ടത്? ഉണ്ണി വാവാവോ, പൊന്നുണ്ണി വാവാവോ, നീലപ്പിലി കണ്ണും പൂട്ടി. ഉറങ്ങടാ. എടാ ഉറങ്ങടാ. ഉറങ്ങണല്ലേ? അവന്റെ അമ്മൂമ്മയുടെ ഒരു പാട്ട് വല്ല ഗുമുക്കടിക്കുന്ന പാട്ടായിരുന്നെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് പാടിയനെ. ഉറങ്ങി. ഈ സമയത്ത് ഒപ്പിടിക്കാം. ഇവനിത് ഒപ്പിടിയല്ലത്. പറ്റത്തില്ല. എനിക്ക് ഒപ്പിടാൻ പറ്റത്തില്ല. നിനക്ക് നിന്റെ പ്രശ്നം എന്താ? എന്നെ ഇത്രയും നേരം അടിച്ചില്ലേ റോഡിലിട്ട്, എന്നിട്ട് ഒപ്പിടാൻ വന്നേക്കുവാണ്. അതാണ് പ്രശ്നം. നിന്റെ പ്രശ്നം തീർക്കാനായിട്ട് നീ എനിക്ക് വേണമെങ്കിൽ 2 അടി അടിച്ചോ. നീ എനിക്ക് അത് ചെയ്തു തരുവാ. നീ അടിച്ചോ 2-3 അടി അടി. പിന്നെ പരാതി പറഞ്ഞോണ്ട് വരല്ലേ? പരാതി പറയില്ല. ഒപ്പിട്ട് തരണം. എനിക്ക് ജോലിക്ക് തിരിച്ചു കയറണം. അത്രേ പ്രശ്നമുള്ള 2 അടി അടിക്കാവുള്ളൂ കേട്ടാ. 1 മിനിറ്റ്. സാർ വിളിക്കട്ടെ. 1 മിനിറ്റ്. ഷട്ടില് കളിയാണ് സാറേ. പിള്ളേരുടെ ഒരു വിലാസം സാറേ. നെറ്റ് കീറി സാറേ. ചട്ടിക്കോർക്ക് തീർന്നു സാറേ. ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം സാറേ. കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സാർ തകർത്തത്. എന്ത് സ്വപ്നം? ഞാൻ അരങ്ങേറ്റത്തിന് പോകാൻ നിന്ന സമയത്താണ് സാറ് പിടിച്ച് എന്നെ അടിച്ചത്. മനസ്സിലായോ? എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ നൃത്തം എന്നുള്ള എന്റെ സ്വപ്നം തകർന്നു പോയി. അതാണ് നിന്റെ പ്രശ്നം. അപ്പൊ നിനക്കിപ്പോ നിന്റെ നൃത്തം കാണണം, അത്രയല്ല. നീ ഒപ്പിട്ട് തരുമല്ല. എനിക്ക് എന്റെ ജോലി കയറണം തിരിച്ച്. നീ ഒന്ന് ഒപ്പിട്ട് തരണം. ഇട്ട് തരുവാ. എടാ, നിന്റെ മൊബൈലിൽ പാട്ടുണ്ടെങ്കിൽ പാട്ടുണ്ടോ? ഒരു പാട്ടിട്ടെ നോക്കട്ടെ. നീ അങ്ങനെ എങ്ങനെ ചെയ്തു കൊടുത്ത് ഇവൻ ഇട്ട് തരുവാന്ന് നോക്കാം. മിഥിലാപുരിയിലെ മൺകിടാവിന് രാജകലയുടെ മാമാങ്കമേകിയ കോസല രാജകുമാര സുമുഹൂർത്തമാ സ്വസ്തി. നല്ലപോലെ ആടട്ടെ. നിർത്തിയ. അയ്യോ ഒപ്പൊന്നും ഇല്ല. ഞാനിനി ഒപ്പിട്ടിട്ടും കാര്യമില്ല. സാറിന്റെ മുകളിലുള്ളവർ ഒപ്പിടണോ ഇനി? ഡിസ്മിസിന്റെ. സാറിപ്പോ കാണിച്ച കൂത്താട്ടം എല്ലാം ലൈവ് വെക്കൊണ്ടിരുന്നത് ഈ പുള്ളി ഫോണില്. ഞാനത് കറക്റ്റായിട്ട് അയച്ചു വിട്ടിട്ടുണ്ട്. അയ്യോ, അപ്പൊ എന്റെ ജോലിയുടെ കാര്യം. ഗോപി.